പട്ടി ഹോണടിക്കണം. എന്റെ ഈശ്വരാ, എന്നെ കൊണ്ട് വയ്യ. ഇത്രയും പെട്ടെന്ന് കാർ മേടിച്ചോ? കാർ മാത്രമല്ല, കൂൾനാസ് വാങ്ങിച്ചു. കണ്ടില്ലേ? ഇത് റെന്റക്കാറാ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടം മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്താ ട്രാവൽസ് പോയിട്ട്? ആ, എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി. ഈ ഏട്ടനോടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞെത്തും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രൻ ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക്. പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. എന്താ എനിക്കൊരു ഇമേജ് ഉള്ള ഇമേജ് ഓഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ, കുറച്ചേരാ പുഴയിലേക്ക് നോക്കിയിരുന്നോ? അച്ഛൻ്റെ അടുത്തിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികൾ ഇരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണുകാണാൻ പോയി കാലത്തിറങ്ങിയല്ലേ? നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണ്ണമാലയില്ലേടി? അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറ് പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പെന്ന് കൂട്ടേട്ടൻ അറിഞ്ഞൂടെ? ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ലോ. കണ്ണട മാറ്റടാ. ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈ എനിക്ക് 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി AC, KC, TV, ഫ്രിഡ്ജ് ഇങ്ങക്ക് വേണ്ട എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടിൽ കിടക്കൊക്കെ ക്ലോസറ്റ് നവരാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാഷിന്റെ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക. നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം തോന്നുകയാണെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം. അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാരെ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗൻ ആയാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്നെ എല്ലാത്തിനും ഒരു പേരിട്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. കിട്ടിയാ ഇത് നമ്മുടെ കോച്ചും വേലാതൽ കീഴിലേറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാ. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. നാളെ രാത്രി സീനിലെ വില്ലന്മാർക്ക് കണ്ടിന്യൂറ്റി കോട്ടാണ്. കോട്ടിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇവിടെ റീച്ച പറയാൻ ഞാൻ അറിയും. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും കൂടി. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നെ ഒരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. ഇവിടെ നിന്ന് പറഞ്ഞ തന്റെ കണ്ണിന്ന് പൊന്നിച്ച് മാറും. മനസ്സിലായോ? മനസ്സിലായി. താക്കോല് കിട്ടിയപ്പോ എന്റെ സ്വഭാവം സമയം കളയണ്ട. ഈ ഡ്രസ് ഇട്ടൊരു റിഹേഴ്സല് നാളെ രാവിലെ കൃത്യം 8:30 ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കല്ല, എയർപോർട്ടിലേക്ക്. സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ.
ഇത് എന്താണത് എല്ലാവരും കണ്ണട വെച്ചിരിക്കുന്നത്? അന്തന്മാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയനാ. എന്തായാലും കോട്ടും കണ്ണാടിയൊക്കെ വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്വത ഫീൽ ചെയ്യൂ. സിനിമയിലെ കണ്ടില്ലേ? ഈ ആകാശ് മേനോൻ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കെട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ? പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. Be careful, be careful. Oh, no, you're not supposed to do that. Come this way. This way. Slowly. Oh, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാരൻ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഒരു ഗതികേട്. അത് ഭാര്യയല്ല, എയറോസ്റ്റസാ. എയറോസ്റ്റസ് എന്താ ഭാര്യയായാലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏയ്, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Don't run. We fall. This way. Hello, Yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണു മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ്, ദേ ചേട്ടൻ. കൂട്ടുകാരൻ അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, മോന്റെ കുട്ടേട്ടോടെ ഞാൻ കുട്ടല്ല പൊട്ടനാ. ഓരോന്നൊക്കെ ഗ്ലാസും വെച്ച് കണ്ണും കാണാതെ ഇറങ്ങിക്കോളും. അവനല്ലടേ ഇവൻ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവനല്ല ഇവന്ന്. നീയല്ലേ ഉറപ്പിച്ച് പറഞ്ഞ അവനാണ് ഇവനെന്ന്. എപ്പാ നിന്റെ ഓരോരോ ജൽപ്പനങ്ങളെ പട്ടി. ഓ, പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. Okay, baby. Have a great day. Come on. Okay. Okay. Mr. ആനന്ദക്കുട്ടൻ, ഓ, ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. Yes. വിട് കുട്ടാ, ഈ കുട്ടി. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ? ഫുൾ ടൈം ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണത്. എനിക്ക് ഇതിനെ കണ്ടിട്ട് ഒരു പാവായിട്ടാ തോന്നുന്നത്. പാവോ? പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവെന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കിയണ്ടല്ല. ഞാൻ പറഞ്ഞത് ആ പാവന്നല്ല, അതിന്റെ നോട്ടും ഭാവം കണ്ടിട്ട് പാവം തോന്നുന്നു. തല വല്ല വണ്ടിയും കൊണ്ടുപോകും, അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളെയൊക്കെ പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം. പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവം എന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ്, മോനെ ആകാശു, അവിടെ ഇവിടെ വലത്തേക്ക് ഓടിക്കേ, വലത്തേക്ക് റൈറ്റ് ഓടിയിട്ടെ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ അവിടെ ഓടിയിട്ടെ. അത് മോനെ, ഈ ഏട്ടന ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ. ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടിന്നറിയേ, കാശ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ. യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? എടാ, യാന്ന് പറഞ്ഞ എസ് എന്നല്ലേ? ചന്ദ്ര ഉണ്ടെന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ? വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ അതോടെ തീർന്നു എല്ലാം.
പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ, വണ്ടി ചവിട്ടി വിടറാ. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തുറന്നാ പോരെ? എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ മാറി. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതിങ്ങടെ തന്നെ എല്ലാം എന്റെ അനിയന്റെ. നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട്. ഇതാ സ്കോച്ച്. അതൊന്നും കോച്ചല്ലേ, ഇത് ക്രീമാ. ക്രീമിക്കൊള്ള മരുന്ന്. കുട്ടേട്ടാ, ഇത് മുഴുവൻ പാവകളാ. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിയിലെ തൃശ്ശൂർ പൂരത്തിന് ഈ പാവക്കച്ചറോന്ന് പണിയുന്നതാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയർ പെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുമെങ്കിൽ അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവളുടെ പൂമ്പാറ്റകള്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്നാ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ യൂറോ